Hi friends, welcome to Aisha's Kitchen. ഇന്നത്തെ റെസിപ്പി വീണ്ടും ഒരു പുഡിംഗ് റെസിപ്പിയാണ്. റൈസ് പുഡിംഗ് ആണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതുപോലെ ഈ പുഡിങ്ങിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ചൈന ഗ്രാസ്, ജെലാറ്റിൻ, കോൺഫ്ലോർ അങ്ങനെ ഈ പുഡിംഗ് സെറ്റ് ആവാൻ വേണ്ടി നമ്മൾ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. വെറും 3 ചേരുവകൾ കൊണ്ട് മാത്രമാണ് ഈ പുഡിംഗ് തയ്യാറാക്കിയിട്ടുള്ളത്. അതുപോലെ ബാക്കി വരുന്ന നെയ്ച്ചോറ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാമെന്ന് കാണിക്കുന്ന ഒരു പുഡിംഗ് റെസിപ്പി കൂടിയാണിത്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് കൂടിയാണ്. അപ്പം നമുക്ക് റെസിപ്പി എങ്ങനെയെന്ന് നോക്കാം. ഇതിപ്പോൾ 2 കപ്പ് ഗീ റൈസ് ഉണ്ട്. ബാക്കി വന്ന ഗീ റൈസ് ആണ്. കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയ ഗീ റൈസ് ആയിരുന്നു. അല്പം വേവ് ഏറിപ്പോയതുകൊണ്ട് ഇനിയൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല ഇതുകൊണ്ട്. അപ്പോൾ പുഡിങ്ങിലേക്കാവുമ്പോൾ നല്ല ടേസ്റ്റി ആവും. പിന്നെ ഇതിൽ ഏലക്ക, കറാമ്പട്ട, കറാമ്പൂ അങ്ങനെ എന്തെങ്കിലും ഈ റൈസിലുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കുക. പിന്നെ നെയ്യ് അല്പം മാത്രമേ ചേർത്തിട്ടുള്ളൂ ഈ ഗീ റൈസിലേക്ക്. പിന്നെ ഞാൻ 2 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. 2 കപ്പ് ചോറിലേക്ക് 2 കപ്പ് പാൽ വേണം. പിന്നെ പഞ്ചസാര 5 ടേബിൾ സ്പൂണും അല്പം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് കൂടുതലോ കുറവൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് മൂന്നുമാണ് നമുക്ക് മെയിനായിട്ട് വേണ്ട ചേരുവകൾ ഈ പുഡിങ്ങിലേക്ക്. അല്പം ബദാം പൊടിച്ചതാണിത്. അത് ഒരു ഡെക്കറേഷന് വേണ്ടി ചേർത്ത് കൊടുക്കാം. പിന്നെ വാനില എസൻസ്, അതൊരു ഫ്ലേവറിന് വേണ്ടി ചേർത്ത് കൊടുക്കാം. ഇത് ഇഷ്ടമില്ലാത്തവർ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുത്താൽ മതി. ഇതുപോലെ ഒരു പാനിലേക്ക് നെയ്ച്ചോറ് ബാക്കി വന്നത് 2 കപ്പും 2 കപ്പ് പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം നമ്മൾക്ക് ആദ്യം. പിന്നെ ബാക്കി വന്ന നെയ്ച്ചോറ് കൊണ്ട് മാത്രം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് അല്ല കേട്ടോ ഇത്. ശരിക്കും നമ്മളിത് തയ്യാറാക്കേണ്ടത് ബസ്മതി റൈസ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് 1 കപ്പ് ബസ്മതി റൈസ് ആണെങ്കിൽ 1 കപ്പ് വെള്ളം ചേർത്തിട്ട് വേവിച്ചെടുക്കണം. അത് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരുന്നത് വരെ വേവിച്ചെടുക്കണം. നമ്മൾ അല്പം ഉപ്പും അല്പം നെയ്യും മാത്രം ചേർത്ത് കൊടുത്താൽ മതി ചോറിലേക്ക്. എന്നിട്ടാണ് നമ്മളതിലേക്ക് പാല് ചേർത്ത് കൊടുക്കേണ്ടത്. നന്നായിട്ട് വറ്റി വന്ന ശേഷമാണ് പാല് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കാം. ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കാം. ഇപ്പോൾ ഫ്ലെയിം കൂട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് പഞ്ചസാരയാണ്. ഇതൊന്ന് ഏകദേശം ഒന്ന് നന്നായിട്ട് ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 5 ടേബിൾ സ്പൂണും കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വാനില എസൻസ് ചേർക്കുന്നുണ്ട്. അത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ ടേസ്റ്റും ഫ്ലേവറൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർക്കുക. അല്ലെങ്കിൽ അതിന് പകരം ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുത്താൽ മതി. ചിലർക്ക് വാനില എസൻസിൻ്റെ ഫ്ലേവർ ഇഷ്ടമുണ്ടാവില്ല പുഡിങ്ങിലൊക്കെ ചേർക്കുമ്പോൾ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ പുഡിങ്ങിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷേ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോൾ നമ്മൾ പാലിൽ വറ്റിച്ചെടുക്കുകയല്ല ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിലും ഇത് ക്രീമി ആയിട്ടുള്ളൊരു പുഡിംഗ് ആണ്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ആകുമ്പോൾ ഒന്നുകൂടെ ഒരു മധുരം മുന്നിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം. ഏറ്റവും ബെസ്റ്റ് പഞ്ചസാരയിൽ തയ്യാറാക്കുന്നതാണ്. അപ്പോൾ പാലിൻ്റെ മിക്സ്ചർ ഇപ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. നമ്മളിപ്പോൾ ഫ്ലെയിം ഒന്ന് കൂട്ടിയിരുന്നല്ലോ അത് തിളയ്ക്കാൻ വേണ്ടിയിട്ട്, ഈ മിൽക്ക് മിക്സ്ചർ തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഫ്ലെയിം കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. കൈ വിടാതെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അല്ലെങ്കിൽ ഇതുപോലെ സൈഡിലൊക്കെ പറ്റി പിടിച്ചിരിക്കും. പാലിൻ്റെ മിക്സ്ചർ ആണല്ലോ, അപ്പോൾ നമ്മൾ കൈ വിടാതെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇപ്പോൾ പാല് ചെറുതായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. പക്ഷേ ഇനി ഒരുപാട് വറ്റിച്ചെടുക്കണം. കാരണം നമ്മളിപ്പോൾ ഇതുപോലെ സ്കൂപ്പ് ചെയ്തെടുക്കുമ്പോൾ പാല് വേറെ കിടക്കുന്നു, ചോറ് വേറെ കിടക്കുന്നു. അങ്ങനെ ആവരുത്. രണ്ടും ഒരുമിച്ച് കിട്ടണം നമുക്ക്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കുക. ഇപ്പോൾ വീണ്ടും ഇത് തിളയ്ക്കുന്നുണ്ട്. അതുപോലെ ഇത് നന്നായിട്ട് തിക്കായിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഉടച്ചു കൊടുക്കാം. നമുക്ക് ചോറ് ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ചോറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഒന്ന് ഉടച്ചു കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. എന്നാലേ അതൊരു നല്ലൊരു തിക്നെസ്സിൽ കിട്ടുള്ളൂ നമുക്ക് ഈ ഒരു മിക്സ്ചർ. ഇപ്പോൾ അത്യാവശ്യം തിക്നെസ്സൊക്കെ വന്നു. ഇനി നമുക്ക് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഒന്നുകൂടെ ഒന്ന് വറ്റി വന്നോട്ടെ. ഇപ്പോൾ ഏകദേശം നമ്മുടെ പുഡിംഗ് മിക്സ്ചർ റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, നല്ല തിക്കായി വന്നു നമ്മളുടെ പുഡിങ്. അപ്പോൾ ഇതുപോലെ സ്കൂപ്പ് ചെയ്യുമ്പോൾ ഒരുമിച്ച് വരണം. കണ്ടോ, ഇപ്പോൾ പാലും ചോറും ഒരുമിച്ചാണ് വന്നത്. അപ്പോൾ ഈ ഒരു പരുവമാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ പുഡിങ് റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. ഞാനിപ്പോൾ ഇതുപോലെ 2 ഗ്ലാസ്സുകളിലാണ് നമ്മളിപ്പോൾ ഇത് സെറ്റ് ചെയ്യാൻ വെക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരൊറ്റ പുഡിങ്ങിൻ്റെ ട്രേയിൽ ഒഴിച്ചിട്ട് ഇത് സെറ്റ് ചെയ്യാൻ വെക്കാം. പിന്നെ ഇത് സാധാരണ നമ്മൾ പുഡിങ് കട്ട് ചെയ്തെടുക്കുന്ന പോലെ ഇത് കട്ട് ചെയ്തെടുക്കാനൊന്നും പറ്റില്ല. പക്ഷെ ഇത് കോരി കഴിക്കുന്ന ഒരു പുഡിങ്ങാണ്, നല്ല ക്രീമി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് സെർവിങ് ഗ്ലാസ്സിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ നിങ്ങളത് ഗ്ലാസ്സുകളിൽ സെറ്റ് ചെയ്ത് വെക്കുന്നതായിരിക്കും ഏറ്റവും ടേസ്റ്റ്. ശരിക്കും നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു പുഡിങ്ങിന്. നമ്മളിപ്പോൾ ഇതിലേക്ക് വേറെ ഒന്നും ചേർക്കുന്നില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് നല്ല എളുപ്പമാണ് തയ്യാറാക്കാൻ. എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ്. പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ അല്പം നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്നുകൂടെ എന്തെങ്കിലും ക്രഞ്ചി ആയിട്ട് കടിക്കാനൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റ് അല്ല. അപ്പോൾ അതുകൊണ്ട് അല്പം നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോഴേ ഇത് ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് അല്പം ബദാം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഡെക്കറേഷന് വേണ്ടി മാത്രമാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് ഇത് കഴിക്കാം. തേങ്ങാക്കൊത്തൊന്ന് ചെറുതായിട്ടൊന്ന് നെയ്യിൽ വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി, നല്ല ടേസ്റ്റ് ആവും. അപ്പോൾ നമുക്ക് ഡെക്കറേഷനൊക്കെ കഴിഞ്ഞു. ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം. ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കാൻ വെക്കാം. ഇതിപ്പോൾ ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴേ എടുത്തു. അപ്പോൾ നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്തായാലും ഒന്ന് ട്രൈ ചെയ്യൂട്ടോ, നല്ല ടേസ്റ്റാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലല്ലോ, 3 ചേരുവകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്, ക്രീമി ആയിട്ടുള്ള പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സും സജഷൻസൊക്കെ നിങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുതേ. അപ്പോൾ ഇനി മുതൽ നെയ്ച്ചോറ് ബാക്കിയുണ്ടെങ്കിൽ ഒട്ടും വേസ്റ്റ് ആക്കാതെ ഈ ഒരു പുഡിംഗ് റെസിപ്പി ട്രൈ ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടമാവും എന്നുള്ളത് ഷുവറാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടമാവുന്നൊരു പുഡിങ്ങാണിത്, ക്രീമി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ ഐഷാസ് കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്